നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ ലിസ്റ്റ് 250 കടന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം, നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞത്. നമ്മളൊക്കെ ചെറുപ്പം കാലം മുതലേ സിനിമ ആസ്വദിക്കുകയും സിനിമയിലെ കലാകാരന്മാരെ നമ്മൾ വളരെയധികം ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയും കൂടെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളുമുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്കൊന്നും നമ്മളുടെയൊക്കെ അനുഭവങ്ങളും കൂടെ സിനിമകളായിട്ട് വന്നിട്ടുള്ള ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അത്തരത്തിൽ ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അത് ഏവരെയും ഞെട്ടിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. 2017 ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു WCC എന്ന് പറയുന്ന ഒരു ഫോറം രൂപീകരിക്കാനുണ്ടായ സാഹചര്യം. 2017 നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് സിനിമാ ലോകത്തിന് ആ ഒരു സിനിമയിൽ ഒരു മാഫിയ സംഘമുണ്ടെന്നും അധോലോകമായിട്ടുള്ള ബന്ധങ്ങളുള്ള മാഫിയ സംഘങ്ങൾ ഉണ്ടെന്നും ലഹരി വളരെയധികം ഉപയോഗങ്ങൾ നടക്കുന്നു എന്നുള്ളതുമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നത്, അതിനൊന്നും തെളിവുകളില്ലാത്ത വാസ്തവവിരുദ്ധമായിരുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. അന്ന് സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള അതിക്രമങ്ങളും സ്ത്രീ വിരുദ്ധതയും സിനിമാ ലോകത്ത് ഉണ്ട് എന്നുള്ളതും അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ചുള്ള റോളുകളും ഒന്നും തന്നെ അവർക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് സംവിധായികമാരും അതുപോലെ തന്നെ നടിമാരും അണിയറ പ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് WCC എന്ന് പറയുന്ന ഒരു ഫോറം രൂപീകരിക്കുന്നു. ഈ ഫോറം രൂപീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെയായിട്ട് ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ മുന്നിലേക്ക് അവരെത്തുന്ന നിവേദനം അർപ്പിക്കുന്നു, പരാതി കൊടുക്കുന്നു. അങ്ങനെ കേരള സർക്കാർ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു 3 അംഗ സമിതിയെ നിയോഗിക്കുന്നു. അതായിരുന്നു ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അവരുടെ ഈ പറയുന്ന ഒട്ടനവധി നടിമാരുടെയും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരിൽ നിന്നും ശേഖരിച്ച അവരുടെ പരാതികളും അവരുടെ അനുഭവങ്ങളും ഒക്കെയാണ് ഏകദേശം 300ഓളം പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ് നാം ഇന്നലെ മുതൽ കേട്ടു തുടങ്ങിയിരിക്കുന്നു. സിനിമയുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ലഹരി ഉപയോഗവുമാണ് അതിനകത്ത് തുറന്നു കാണിക്കപ്പെടുന്നത്. അതിൽ തന്നെ 66ഓളം പേജസ് മാറ്റിവെച്ചുകൊണ്ട് ഏകദേശം 233 പേജസാണ് പുറത്തു വിട്ടിട്ടുള്ളത്. അതും 2019 ഈ പറയുന്ന ഹേമ എന്ന് പറയുന്ന ജസ്റ്റിസ് അല്ലെങ്കിൽ അധ്യക്ഷ സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് 5 വർഷം കഴിഞ്ഞ് 6 വർഷം ഏകദേശം ആകുമ്പോഴാണ് ഇന്ന് സാധാരണക്കാരായ ജനത്തിൻ്റെ കയ്യിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് അത് ഒട്ടനവധി സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് സർക്കാരിന് പുറത്തു തരേണ്ടി വന്നത്, അല്ലെങ്കിൽ വിവരാവകാശം വഴി അത് കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഈ രാജ്യത്ത് അതിന് വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ 2019 ഇത്തരത്തിലൊരു റിപ്പോർട്ട്, വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് ഈ 5 വർഷക്കാലം അല്ലെങ്കിൽ 6 വർഷക്കാലം ഇത് എന്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ മേൽ എന്തുകൊണ്ട് നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒട്ടനവധി സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല. ഇന്നിപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കുന്നത്, നമ്മളൊക്കെ ആരാധിക്കുന്ന സൂപ്പർ താരങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ? ചാൻസ് തേടിയെത്തുന്ന നടിമാരെ അവരെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? അവരെ ലൈംഗികപരമായി ഉപയോഗിക്കുന്നുണ്ടോ? അവർക്ക് ലഹരി കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സിനിമയിൽ ലഹരി എന്ന് പറയുന്നത് വളരെയധികം ഡ്രഗ്സ് ഉപയോഗം കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ അതെല്ലാം ഈ പറയുന്ന സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്നവരെല്ലാം അത് ഉപയോഗിക്കുന്നവരാണോ? അവരും ഇക്കൂട്ടത്തിലുണ്ടോ എന്നവരെ സംശയ ദൃഷ്ടിയിലേക്ക്, അല്ലെ സംശയത്തിൻ്റെ നിഴലിലേക്ക് ഇവരെ നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ഈ റിപ്പോർട്ട് പോയിരിക്കുന്നത്. കാരണം അതിൽ വരുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന
ആ 15ഓളം വരുന്ന ഒരു പവർ ഗ്രൂപ്പാണ് ഈ പറയുന്ന മാഫിയ എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഈ സിനിമാ ലോകത്തെ കൈയടക്കി, മലയാള സിനിമയെ കൈയടക്കി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെ പുറകിലും ഈ പറയുന്ന പവർ ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ പവർ ഗ്രൂപ്പിൽ പെട്ടവരാണോ നമ്മൾ ആരാധിക്കുന്ന സൂപ്പർ താരങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നില്ല. റിപ്പോർട്ടിൽ പറയുന്ന പേജസ് മാറ്റി വെച്ചിട്ടാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, എന്ന് പറയുന്ന ഇരയായപ്പെട്ടവരുടെ ഒരിക്കലും പേര് വിവരങ്ങൾ കൊടുക്കണമെന്ന് നമുക്കൊരിക്കലും നിയമവ്യവസ്ഥയിലില്ല, അല്ലെങ്കിൽ അത് ആ നിയമം അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പ്രതിഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വേട്ടക്കാരുടെ ഭാഗത്ത് നിൽക്കുന്നവരുടെ പേര് വിവരങ്ങൾ കൊടുക്കുന്നതിനോ പുറത്തിറക്കുന്നതിനോ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന സർക്കാരുകളും ഇതിനനുബന്ധമായി നിൽക്കുന്ന സംഘടനകളും എന്തുകൊണ്ട് അതിനെതിരെയായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഇതിനെതിരെ കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളത്. എന്നെപ്പോലെ തന്നെയാണ് നിങ്ങൾക്കും അത് അറിയണമെന്നുള്ള ആഗ്രഹം തന്നെയായിരിക്കും. കാരണം നിങ്ങളും ഈ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന താര പദവിയിലുള്ള സൂപ്പർ താരങ്ങളാവട്ടെ, അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റ് ആവട്ടെ, ആരൊക്കെയാണെങ്കിലും നമ്മളെല്ലാം ആരാധിക്കുന്ന ആൾക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിലെ യഥാർത്ഥ വേട്ടക്കാരെന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം എന്നെപ്പോലെ നിങ്ങൾക്കുമുണ്ട്, ഈ പറയുന്ന പൊതുസമൂഹത്തിനുണ്ട്. കാരണം അവരെല്ലാം ഇത്തരത്തിൽ താരങ്ങളാക്കിയതും സൂപ്പർ താരങ്ങളാക്കിയതും മിന്നും താരങ്ങളാക്കിയതൊക്കെ തന്നെ നമ്മളാണ്, ഇവിടുത്തെ പൊതുസമൂഹമാണ്, നമ്മളെല്ലാവരുമാണ് അവരെ ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു പൊതു പദവിയിൽ അല്ലെങ്കിൽ ഇത്തരത്തോളം ഒരു ആരാധക വൃന്ദമാണ് അവരെ ഇത്തരത്തിലുള്ള ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് അവരനുഭവിക്കുന്ന ഏതൊരു സുഖ സൗഭാഗ്യങ്ങളിലും നമ്മുടെ വിയർപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത് മാത്രമല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിന് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ പൗരന് കൊടുക്കാവുന്ന ഏതൊരു അവകാശം മാത്രമേ ഈ പറയുന്ന 15 മാഫിയയ്ക്കും കൊടുക്കാനുള്ള അവകാശമുള്ളൂ. അല്ലാതെ അതിലുപരി യാതൊരു തരത്തിലുള്ള പ്രയോറിറ്റീസും കൊടുക്കുവാനുള്ള അവകാശം ഈ പറയുന്ന ആർക്കുമില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയാണ്. ആരാണോ തെറ്റ് ചെയ്തത് അവർ കുറ്റവാളിയാണ്. ആ കുറ്റവാളികൾക്ക് യാതൊരു വിധമായ റൈറ്റ്സും യാതൊരു വിധമായിട്ടുള്ള പ്രയോറിറ്റീസും കൊടുക്കാൻ പാടില്ല, അത് എത്ര ഉന്നതനായാലും. ഇപ്പോൾ എന്നെ അതിശയിപ്പിക്കപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തന്നെ സമരങ്ങൾ നടത്തുന്ന ഏതെങ്കിലും തരത്തിൽ അനീതി കണ്ടു കഴിഞ്ഞാൽ, അനീതിയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഉടനെ തന്നെ അത്തരത്തിലുള്ള ഓഫീസുകളിലേക്ക്, അവരുടേതായ വീടുകളിലേക്ക് മാർച്ച് നടത്തുന്ന ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് സമരപരിപാടികൾ പങ്കെടുക്കുന്നില്ല? എന്തുകൊണ്ട് മാർച്ച് അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനത്തിലേക്ക്, അവരുടെ സംഘടനാ ആസ്ഥാനത്തേക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സമര പരിപാടികൾ വയ്ക്കുന്നില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും ചോദ്യം പിടിച്ചു വരും. കാരണം എൻ്റെ മനസ്സിൽ ചോദ്യം വരുന്നുണ്ട്, എന്തുകൊണ്ട് അത്തരത്തിലൊരു സമര പരിപാടി വെക്കുന്നത്? പോലീസ് എന്തുകൊണ്ട് അനാസ്ഥ കാണിക്കുന്നു? ഇവിടെ സാധാരണക്കാരനായ ഒരു ആള്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ നമ്മുടെ ഒരു പെറ്റി അടിച്ചാൽ പോലും ആ പെറ്റിയെ പോലും അതിനെ പോലും വളരെയധികം വാറണ്ടാക്കി മാറ്റി കേസ് എടുക്കുന്ന പോലീസ്, ചെറുതായിട്ടൊന്ന് വേറെ ഏതെങ്കിലും തരത്തിലൊരു സാധാരണ പൗരൻ എന്തെങ്കിലും ഒരു നിയമം ലംഘിച്ചാൽ ഉടനെ കേസെടുത്ത് റിമാൻഡിലേക്ക് അല്ലെങ്കിൽ സ്വമേധയെ കേസെടുക്കുന്ന പോലീസ് ഇതിൽ നിഷ്ക്രിയത്വം പാലിച്ചു നിൽക്കുകയാണ്. ആരുടെ ഉത്തരവിന് വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്? ഒരു സാംസ്കാരിക മന്ത്രിയുണ്ട്, ആ സാംസ്കാരിക മന്ത്രി പറയുന്നു, ഞാൻ പഠിച്ചിട്ട് തീർച്ചയായിട്ടും പ്രതികരിക്കാമെന്ന് പറയുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടന, ഒരിക്കലും നമുക്ക് അമ്മ എന്ന ആ സംഘടനയെ ഇനി വിശേഷിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം AMMA, നമ്മൾ അമ്മ എന്ന് പറയുന്നതിനകത്ത് അതിനകത്തൊരു ഒരു സ്നേഹവും വാത്സല്യവും വരുന്നതാണ് അമ്മ എന്ന് പറയുന്നത്. ഇവര് ഈ പറയുന്ന താരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മാഫിയകൾ ചെയ്തു കൂട്ടിയതെല്ലാം ഇങ്ങനെയാണെങ്കിൽ, ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെയാണ് സത്യങ്ങളെങ്കിൽ, ഇനി ഒരിക്കലും അവിടെ അമ്മ എന്നൊരു വേർഡ് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അവരെല്ലാം നമുക്ക് അങ്ങനെ കാണാനും കഴിയില്ല. അതുകൊണ്ട് AMMAയുടെ ഇന്നത്തെ ഈ പറയുന്ന പ്രതിനിധി പറയുന്നത് പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് പറയാം. സാംസ്കാരിക മന്ത്രി പറഞ്ഞത് പഠിച്ചത്. ഈ 5 വർഷക്കാലം ഈ റിപ്പോർട്ട് ഈ സാംസ്കാരിക മന്ത്രി, അതായത് 1 കോടി രൂപയോളം കൊടുത്തിട്ടാണ് ഈ പറയുന്ന ഈ അധ്യക്ഷ 3 അംഗ സമിതിയെ നിയമിച്ചതും അവർക്ക് ചിലവായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് 1 കോടി രൂപയാണ്. ആ 1 കോടി രൂപയോളം
ചെലവഴിച്ചിട്ട് ആ റിപ്പോർട്ടിൽ മേൽ 5 വർഷം ഇരുന്നിട്ട് ഈ സാംസ്കാരിക മന്ത്രി അത് പഠിച്ചിട്ടില്ല, അതിനെതിരെയായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള റിപ്പോർട്ട് പോലും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അതിനൊരു ആക്ഷൻസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പൊതുജന സമൂഹം നമ്മളൊക്കെ എന്താണ് ചിന്തിക്കേണ്ടത്? ആർക്കു വേണ്ടിയിട്ടാണ് ഇവർ നിലകൊള്ളുന്നത്? ഇരയോടൊപ്പമാണോ വേട്ടക്കാരനോടൊപ്പമാണോ ഇവർ നിൽക്കേണ്ടത്? ഈ പറയുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്ന സർക്കാർ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്? സാധാരണക്കാരനോടൊപ്പം അല്ലേ നിൽക്കേണ്ടത്? അതോ ഈ പറയുന്ന ഉന്നതരായിട്ടുള്ള വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നത്? എല്ലാ തൊഴിൽ മേഖലകളിലും ഇത്തരത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എല്ലാ തൊഴിൽ മേഖലകളിലും ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന, സ്ത്രീ വിരുദ്ധതയുള്ള, സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്ന തൊഴിൽ മേഖലകളുണ്ട്. അതെല്ലാം തന്നെ അന്വേഷിക്കപ്പെടണമെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവരുടെയും. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് മുന്നോട്ട് വരണം എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രമാവില്ല. അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും നമുക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് മുന്നിലോട്ട് വരാൻ കഴിയൂ. ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള, ഇതിനെതിരെ WCC എന്ന് പറയുന്ന ഒരു ഫോറം രൂപീകരിച്ചിട്ട് ആ ഫോറത്തിലെ സ്ഥാപക അംഗം പോലും ഈ പറയുന്ന കൂടെ നിന്നവരെ വഞ്ചിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതും ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. കാരണം അവർക്ക് ചാൻസിന് വേണ്ടിയിട്ട് ഇന്ന് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ലേഡി സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് അവർക്ക് ചാൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ WCCയോടൊപ്പം നിന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ളത് ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ റിപ്പോർട്ട് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ഓരോ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റും അതിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ള വേദനകൾ, അവരനുഭവിച്ചിട്ടുള്ള ശാരീരിക പീഡനങ്ങൾ, ഇവയെല്ലാം തന്നെ പ്രഥമ ദൃഷ്ടിയാൽ ഈ പറയുന്ന സിനിമാ ലോകത്തിലെ ഈ ആൾക്കാർക്കെതിരെയായിട്ട് കേസെടുക്കുവാനുള്ള എല്ലാ നിയമവ്യവസ്ഥയും ഉണ്ടായിട്ട് ഇതിനെതിരെ ചെറു വിരൽ പോലും അനക്കാതെ ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കണം. നമ്മൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, പൊതുജന സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ WCC അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന ആർക്കൊക്കെയാണോ ഇതിനെതിരെ ഈ പറയുന്ന പീഡനങ്ങൾ നേരിട്ടത്, ആരൊക്കെയാണോ മുന്നിലേക്ക് വരുന്നത്, അവരുടെ ഒന്നും പേര് വിവരങ്ങൾ ഇല്ലെങ്കിൽ പോലും ആരാണോ വേട്ടക്കാരൻ, ആരാണോ ഈ മാഫിയ, ആരാണോ ഈ സിനിമാ മേഖലയെ തച്ചുടയ്ക്കാൻ വേണ്ടി നിൽക്കുന്നത്, ഏത് രാജാക്കന്മാരാണെങ്കിലും, അത് ഏത് സൂപ്പർ സ്റ്റാറുകളാണെങ്കിലും, ഏത് സൂര്യോദയമായാലും, ഏത് ചന്ദ്രനായാലും ശരി തന്നെ, അത് വിലങ്ങണിയിക്കണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു പൗരൻ എന്ന നിലയിൽ, ഈ പൊതുജന സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.